ജീവിതത്തിൽ എത്തിപ്പെടാവുന്ന ലക്ഷറി ലൈഫ് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണല്ലോ അങ്ങ്. പക്ഷേ തട്ടുകട പൊളിച്ചു മാറ്റപ്പെട്ട അമ്മയുടെ വേദന, അഗതികളുടെ നൊമ്പരങ്ങൾ, ഇങ്ങനെ പല പ്രശ്നങ്ങളിലും സഹായഹസ്തമായി അങ്ങ് എത്താറുണ്ട്. എങ്ങനെയാണ് പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സമയം കണ്ടെത്തുന്നത്? നിങ്ങൾ മതത്തെക്കുറിച്ച് പഠിക്കുക. മതം പറയുന്നു, നീ സമ്പാദിക്കുന്നതിൽ 2.5% പാവപ്പെട്ടവൻ്റേതാണ്. നീ 100 ഉറുപ്പിക സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1,00,000 ഉറുപ്പിക നീ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം, അതിൻ്റെ 2.5% നീ പാവപ്പെട്ടവർക്ക് കൊടുത്തില്ലെങ്കിൽ ഇത് വൈറ്റ് മണി ആവില്ല. നമ്മളിവിടെ വൈറ്റ് മണി, ബ്ലാക്ക് മണി പറയുന്നുണ്ടല്ലോ, ടാക്സ്. അപ്പോൾ ഇത് വൈറ്റ് മണി ആവില്ല. അതാണ് മതത്തെ പഠിക്കാൻ പറയുന്നത്. നീ സമ്പാദിച്ചതിൻ്റെ 2.5% നീ സക്കാത്ത് കൊടുക്കണം. റമദാൻ്റെ പെരുന്നാളിന് കാലത്ത് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. അത് 1 ലുക്കുമത്തോ 2 ലുക്കുമത്തോ അരി പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണം. കാരണം അവർ ഭക്ഷിക്കാതിരിക്കാൻ സാധ്യമല്ല. അവർ ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ നീ അതിൻ്റെ ഉത്തരവാദിയാണ്. 3, സ്വന്തം അയൽക്കാരൻ ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങുകയും നീ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുകയും ചെയ്താൽ ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നതിനുള്ള കുറ്റം നിന്റെ മേലാണ്. അതാണ് ഈ കരുണ വളർത്തിയെടുക്കേണ്ടത്. ലോകത്തിലെവിടെയായാലും അതൊക്കെ കച്ചവടം ചെയ്യുക, കാശുണ്ടാക്കുക, ഓടിയടക്കുക, വേറെയുള്ള സോഷ്യൽ വർക്ക് ചെയ്യുക, വേറെയുള്ള കാര്യങ്ങളിലേക്ക് പോകുക, അത് വേറെ. പക്ഷേ അതിൽ കാരുണ്യം എന്നത് മനസ്സിലില്ലെങ്കിൽ ഈ ഉള്ളതിനൊന്നും അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ.